UDF വന്നാൽ ആരൊക്കെ മന്ത്രിമാരാകും? ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. നമുക്ക് ഘടകകക്ഷിയിൽ തുടങ്ങി കോൺഗ്രസ്സിലെത്താം, അതല്ലേ നല്ലത്. ഘടകകക്ഷിയിൽ തുടങ്ങുമ്പോൾ ലീഗിൽ ആദ്യം തുടങ്ങാം. കാര്യം ഘടകകക്ഷിയിലെ പ്രധാന കക്ഷി ലീഗാണ്. 5 സീറ്റ് കിട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അല്ലെങ്കിൽ 4 സീറ്റും ഡെപ്യൂട്ടി സ്പീക്കറും. സ്പീക്കർ കിട്ടാൻ സാധ്യതയുള്ള കോൺഗ്രസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടി ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ച് ജയിച്ചിട്ടുള്ള 85,000 വോട്ട് പിടിച്ച് ജയിച്ച PK കുഞ്ഞാലിക്കുട്ടി ആയിരിക്കും ഒന്നാമത്തെ മന്ത്രി. PK ബഷീർ, സീതി ഹാജിയുടെ മകനായിട്ടുള്ള PK ബഷീർ സാഹിബും ആകാൻ സാധ്യതയുണ്ട്. N ഷംസുദ്ദീൻ ആകാൻ സാധ്യതയുണ്ട്. കളക്ടർ മാഹിൻ ഹാജി ആകാൻ സാധ്യതയുണ്ട്. അഷ്റഫ് ആകാൻ സാധ്യതയുണ്ട്. TV ഇബ്രാഹിം ആവാൻ സാധ്യതയുണ്ട്. ആബിദ് ഹുസൈൻ തങ്ങൾ ആവാനുള്ള സാധ്യതയുണ്ട്. പാറയ്ക്കൽ അബ്ദുള്ള ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു റിസർവേഷൻ സാധ്യതയാണ് ഞങ്ങൾ പറയുന്നത് ഫാത്തിമ തഹ്ലിയ, വനിതയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ. അങ്ങനെ 6-7 പേരെ ഞങ്ങൾ പറയുന്നു. അതിൽ നിന്ന് 5 പേർ ആകാനാണ് സാധ്യത. പിന്നെ ഇനി PK ഫിറോസിനോ KM ഷാജിക്കോ അങ്ങനെ ചെറുപ്പക്കാർക്ക് കൊടുക്കണം തോന്നിക്കഴിഞ്ഞാൽ അവരിലും ആകാം. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ചിത്രം. ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു മന്ത്രിയാണെങ്കിൽ മോൻസ് ജോസഫ്, കാരണം പാർലമെൻ്ററി പാർട്ടി നേതാവായിട്ട് മോൻസ് ജോസഫിനെ തിരഞ്ഞെടുത്തു. 2 മന്ത്രിയാണെങ്കിൽ അബു ജോൺ ജോസഫ് കൂടി വരാം. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കിട്ടുകയാണെങ്കിൽ തോമസ് ഉണ്ണിയാടൻ വരാം. ചീഫ് വിപ്പ് സ്ഥാനം കിട്ടുകയാണെങ്കിലും തോമസ് ഉണ്ണിയാടൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 3 പേരാണ് അവിടെ നിന്ന് കച്ചകെട്ടി നിൽക്കുന്നത്. മോൻസ് ജോസഫ്, തോമസ് ഉണ്ണിയാടൻ, അബു ജോൺ ജോസഫ്, 3 പേര് അവിടെ നിന്നുണ്ട് ജോസഫ് ഗ്രൂപ്പിൽ. അനൂപ് ജേക്കബ് പിറവത്തുനിന്ന് അനൂപ് ജേക്കബ് തന്നെ മന്ത്രിയാകും. നേരത്തെ ഭക്ഷ്യവകുപ്പായിരുന്നു, അദ്ദേഹം അതുപോലെ ബന്ധപ്പെട്ട ഏതെങ്കിലും വകുപ്പായിരിക്കും. ഷിബു ബേബി ജോൺ മന്ത്രിയാകാൻ സാധ്യതയുണ്ട് RSPയുടെ. പിന്നെ വിഷ്ണുമോഹനും ഉല്ലാസ് കോവൂറുമാണ് ജയിച്ചത്. അവർ 2 പേരും ആകാൻ സാധ്യതയില്ല. ഷിബു ബേബി ജോൺ ആയിരിക്കും. തൊഴിൽ വകുപ്പോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വകുപ്പായിരിക്കും കിട്ടുക. തിരുവനന്തപുരത്ത് പിന്നെ അത് കഴിഞ്ഞാൽ CP ജോൺ ഘടകകക്ഷി എന്നുള്ള നിലയിൽ CP ജോണിന് ഒരു സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് തുറമുഖവും സഹകരണ വകുപ്പൊക്കെ ആയിരിക്കാനാണ് സാധ്യത. നമുക്കറിയില്ല. പിന്നെ ധനകാര്യ വകുപ്പ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സോഷ്യൽ ടാഗ് ലൈനൊക്കെ പോകുന്നു. പക്ഷേ അതിന് സാധ്യത കുറവാണ്. ധനകാര്യ വകുപ്പ് 100%, മിക്കവാറും 100% UDF തന്നെ അല്ലെ കോൺഗ്രസ് തന്നെ എടുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ UDFൻ്റെ കൺവീനറൊക്കെ ആയിരുന്നു. അപ്പോൾ പ്ലാനിംഗ് ബോർഡിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഇനി അറിയത്തില്ല ഇന്ന് എന്തെങ്കിലും പരീക്ഷണം നടത്തുമോ എന്നറിയില്ല. അപ്പോൾ ഇതാ. പിന്നെ KK രമ ചിലപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ ആയേക്കാം, അല്ലെങ്കിൽ മന്ത്രിയാകുമോ എന്നറിയില്ല. മാണി C കാപ്പൻ എന്തായാലും മന്ത്രിയാകാൻ ഒരു ശ്രമം നടത്തും. എന്താകുമെന്ന് നമുക്കറിയത്തില്ല. ഇതാണ് ഒരു ഘടകകക്ഷിയുടെ ഒരു പശ്ചാത്തലം. അപ്പോൾ ഘടകകക്ഷിയിൽ നമ്മൾ മിക്കവാറും ലീഗ് പറഞ്ഞു, കേരള കോൺഗ്രസ് പറഞ്ഞു, ഒറ്റ പാർട്ടികളായിട്ടുള്ള RSP പറഞ്ഞു, പിന്നെ CP ജോണെ പറഞ്ഞു, പിന്നെ അനൂപ് ജേക്കബായി. അപ്പോൾ ആ ഒരു ടീം എല്ലാമായി. പിന്നെ നമ്മൾ കോൺഗ്രസ്സിലോട്ട് കയറുമ്പോഴാണ് ജേക്കബ് നല്ല രസമാണ്. തിരുവനന്തപുരത്ത് നിന്നേ പിടിച്ചാൽ 1 ഡസൻ ആളുകളെങ്കിലും, 12 മന്ത്രിമാരാണ് അവർക്ക് കിട്ടാനുള്ളത്, 12ആണ് അവർക്ക് കിട്ടുന്നത്. പക്ഷേ പിന്നെ സ്പീക്കറും 13 സീറ്റ്. അതിൽ തിരുവനന്തപുരം മുതൽ പിടിച്ചാൽ ഒരുപാട് ആളുകൾ പ്രഗത്ഭന്മാർ ജയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ജയിച്ചിട്ടുള്ള ഏറ്റവും പ്രമുഖൻ ഒന്നാമൻ K മുരളീധരൻ തന്നെയാണ്. അദ്ദേഹം മന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പിന്നെ ജയിച്ചിട്ടുള്ളത് N ശക്തനാണ്. N ശക്തന് ഒരു സാമുദായിക ഒരു ഘടകം കൂടി N ശക്തന് അനുകൂലമായി വരും. ഇനി സാമുദായിക ഘടകം നന്നായി മറ്റൊരു തരത്തിൽ വരുന്ന ഒരാൾ വിൻസെൻ്റ് ആണ്. ഒരു A ഗ്രൂപ്പിനെയും കൂടി പരിഗണിക്കുകയാണെങ്കിൽ വിൻസെൻറ്റിന് സാധ്യതയുണ്ട്. പിന്നെ CP ജോണുണ്ട്. അപ്പോൾ 4 മന്ത്രിമാരെ കൊടുക്കുമോ തിരുവനന്തപുരത്തുനിന്ന്? അതിനുള്ള സാധ്യതയില്ല. എന്തായാലും ഈ 3 പേര് കോൺഗ്രസ്സിൽ ഉടുപ്പ് അടിക്കാൻ യോഗ്യതയുള്ളവരായിട്ട് ഇപ്പോൾ നിൽപ്പുണ്ട്. ഒന്ന് കോൺഗ്രസിൻ്റെ K മുരളീധരൻ വട്ടിയൂർക്കാവ്, N ശക്തൻ നെയ്യാറ്റിങ്കര, വിൻസെൻ്റ്. കൊല്ലത്തോട്ട് കയറുമ്പോൾ 2 പേർക്കാണ് ഇപ്പോൾ സാധ്യത കിടക്കുന്നത്. ഒന്ന് ബിന്ദു കൃഷ്ണ കൊല്ലം, ഈഴവ ഒരു സാന്നിധ്യവും കൂടി കിടപ്പുണ്ട്. അത് കഴിഞ്ഞാൽ വിഷ്ണുനാഥ് കുണ്ടറ, വല്ല സീനിയർ നേതാവാണ്. KPCCയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലൊക്കെ വളരെ സീനിയറായിട്ടുള്ള നേതാവാണ്. അത് കഴിഞ്ഞാൽ ആലപ്പുഴയിലോട്ട് പോയി കഴിഞ്ഞാൽ 2 പേരുടെ പേരാണ് സാധ്യത. ഒന്ന് M ലിജു KPCC സെക്രട്ടറിയാണ്. അത് കഴിഞ്ഞാൽ മറ്റൊരു പേര് കിടക്കുന്നത് സുധാകരന് കൊടുക്കുമോ, G സുധാകരന് കൊടുക്കുമോ എന്നൊരു ചോദ്യം ആലപ്പുഴയിൽ നിന്ന് ഉയരാൻ സാധ്യതയുണ്ട്. പത്തനംതിട്ടയ്ക്ക് പോയി കഴിഞ്ഞാൽ പത്തനംതിട്ടയിൽ നമുക്കിപ്പോൾ അഫിൻ വർഗി അവിടെ ജയിച്ചിട്ടുണ്ട്. പിന്നെ പഴകുളം മധുവുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ആർക്ക് കൊടുക്കുമെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. അതെന്താണ് സ്ഥിതി എന്ന് നമുക്കറിയില്ല. കോട്ടയത്തോട്ട് പോയി കഴിഞ്ഞാൽ ഓർത്തഡോക്സ് സഭയുടെ ഒരു പ്രതിനിധിയായി ചാണ്ടി ഉമ്മൻ വരാൻ സാധ്യതയുണ്ടോ? അതുപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കോട്ടയത്ത് നിന്ന് കയറാൻ സാധ്യതയുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. എറണാകുളത്തേക്ക് പോയി കഴിഞ്ഞാൽ TJ വിനോദ് ഒരു സാധ്യതയുള്ളൊരു കാൻഡിഡേറ്റാണ്. മാത്യു കുഴൽനാടൻ സാധ്യതയുള്ളൊരു കാൻഡിഡേറ്റാണ്. അൻവർ സാദത്തിനും
ആലുവയിലെ അൻവർ സാദത്തിനും ഒരു സാധ്യത ഇല്ല എന്ന് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ അൻവർ സാദത്തിൻ്റെ സാധ്യത സിദ്ദിഖിൻ്റെ സാധ്യതയുമായി ബന്ധപ്പെടുത്തി വേണം നമുക്ക് ചിന്തിക്കാൻ. ഇതിനിടയിൽ ആലപ്പുഴയിൽ നമ്മൾ വിട്ടുപോയൊരു പേരാണ് ഷാനിമോൾ ഉസ്മാൻ. ഷാനിമോൾ ഉസ്മാൻ മന്ത്രിയാവുകയാണെങ്കിൽ ബിന്ദു കൃഷ്ണ മന്ത്രിയാവില്ല. ഷാനിമോൾ ഉസ്മാൻ മന്ത്രിയാവണമെങ്കിൽ സിദ്ദിഖിനും അൻവർ സാദത്തിനും സാധ്യത കുറയും. കാരണം മുസ്ലിം വന്നു കഴിഞ്ഞാൽ പിന്നെ മുസ്ലിമും വനിതയും കൂടി ഷാനിമോൾ ഉസ്മാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു മുസ്ലിമിനെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ബിന്ദു കൃഷ്ണ വരുന്നു, ഷാനിമോൾ ഉസ്മാന് പകരം സിദ്ദിഖ് വരും, അല്ലെങ്കിൽ അൻവർ സാദത്ത് വരും. ഇതാണ് ആ ഒരു കോമ്പിനേഷൻ. പിന്നെ വരുന്ന അങ്ങോട്ട് വരുന്നത് സുമേഷ് അച്യുതൻ, പാലക്കാട് എന്നുള്ള. നേരത്തെ അച്യുതൻ ഇപ്പോൾ ഈ മുരുകദാസ് എന്ന് പറഞ്ഞൊരു അപരൻ്റെ സഹായത്താൽ അപരൻ തോൽപ്പിച്ച ഒരാളുണ്ട്. പിന്നെ മുരുകദാസായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ജനതാദളിൻ്റെ. അതിനൊരു മുരുകദാസ് ഉണ്ടായിരുന്നു. പി മുരുകദാസ് കുറേ അധികം വോട്ട് പിടിച്ചതിൻ്റെ കൂടി ഒരു പശ്ചാത്തലമുള്ള ഒരു മണ്ഡലമാണ്. അവിടെ സുമേഷ് അച്യുതൻ ജയിച്ചു. സുമേഷ് അച്യുതൻ അവിടെ നിന്നൊരു സാധ്യത കാണുന്നൊരു കഥാപാത്രമാണ്. പിന്നെ കണ്ണൂർ, കാസർഗോഡ് നിന്ന് ആരെങ്കിലും കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും വരാനുള്ള സാധ്യത ഇന്നത്തെ നിലയിൽ കുറവാണ്. പിന്നെ കോട്ടയത്ത് നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പേര് ഞാൻ ആദ്യം പറഞ്ഞു തോന്നുന്നു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ റോൾ നോക്കുമ്പോൾ VD സതീശൻ, രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, AP അനിൽകുമാർ. മലപ്പുറത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പേരാണ് AP അനിൽകുമാർ. നേരത്തെ മന്ത്രിയായിരുന്നു AP അനിൽകുമാർ. അപ്പോൾ AP അനിൽകുമാർ വരാം. ഇങ്ങനെയുള്ള ഈ ടീമുകളൊക്കെ ആയിരിക്കും മന്ത്രിമാരാകുന്നത്. ഇല്ല, ഇതിനെ അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത് വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് സാമുദായിക സമവാക്യവും യുവത്വവും മറ്റൊരുപാട് കണ്ടീഷനും മണ്ഡലമൊക്കെ നോക്കി ജില്ലയൊക്കെ നോക്കി പുതിയ ആളുകൾ വന്നാലും അത്ഭുതമില്ല എന്നുള്ളതാണ്. എന്തായാലും ഒരു ടീം UDF മെച്ചപ്പെട്ട ഒരു ടീമായിരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി കൂടി ആയിരിക്കും മന്ത്രിമാരുടെ ഒരു തീരുമാനം. കാരണം അവരുടെ മുഖ്യമന്ത്രി ആകുന്ന ആളിൻ്റെ ഒരു മനസാക്ഷിയും കൂടി എടുക്കും മന്ത്രിമാരെ ആക്കുന്നത്. കാരണം മുഖ്യമന്ത്രിക്ക് കടകവിരുദ്ധമായി നിൽക്കുന്ന മന്ത്രിയെ വെച്ച് കൊടുക്കത്തില്ല. അപ്പോൾ അതും കൂടി നോക്കിയിട്ടായിരിക്കും സാമുദായിക സമവാക്യം, യൂത്ത് കോൺഗ്രസ് സമവാക്യം, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാതിനിധ്യം, പിന്നെ മഹിളാ പ്രാതിനിധ്യം, ജില്ലാ പ്രാതിനിധ്യം, സീനിയോറിറ്റി, ഒരുപാട് ഘടകങ്ങൾ നോക്കേണ്ടി വരും. UDF അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. എന്തായാലും 20 മന്ത്രിമാരും ഞാൻ ഈ പറഞ്ഞ കണ്ടീഷനിൽ വരാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾ ഇപ്പോൾ ഈ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ സ്ത്രീകളുടെ എണ്ണം സ്വാഭാവികമായിട്ട് കുറയാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ മന്ത്രിസഭയിൽ 3 സ്ത്രീകളുണ്ടായിരുന്നു. പിന്നെ CPM-ന് 2, ചിഞ്ചുറാണി CPI-ക്ക് 3. അതുള്ളത് കൊണ്ട് ഇനി ഒരു സ്ത്രീക്ക് മാത്രം കൊടുത്താൽ പരാതി വരും. ആണെങ്കിൽ 2 സ്ത്രീക്ക് കൊടുക്കുമോ, 2 വനിതയ്ക്ക് കൊടുക്കുമോ എന്നുള്ളൊരു ചോദ്യവും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ തുളസി, പാലക്കാട് നിന്ന് ജയിച്ചിട്ടുള്ള തുളസി, വിദ്യാ ബാലകൃഷ്ണൻ, അങ്ങനെ ഒത്തിരി പേരുണ്ട്. കൊടുക്കാനാണെങ്കിൽ ഒത്തിരി പേരുണ്ട്. ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ, അങ്ങനെ ഒത്തിരി പേരുണ്ട് കൊടുക്കാനാണെങ്കിൽ. അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുമോ എന്നുള്ള ചോദ്യവും പ്രസക്തമാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരാഴ്ച പ്ലീസ് വെയിറ്റ്.